പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് കടുത്ത പ്രതിസന്ധികളെ നേരിടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ കടുത്ത ആഭ്യന്തര കലാപവും വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കും ഉടലെടുത്തു. 50 MLA-മാരും 20 MP-മാരും വരെ BJP-യിലേക്ക് ചേക്കേറാൻ തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പാർട്ടിയുടെ അടിത്തറയെ ഇളക്കിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസ് MP-മാരെ BJP-യിൽ എത്തിച്ചതിന് പിന്നിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള MP-ആണെന്ന് റിപ്പോർട്ടുകൾ. 61-കാരനായ CM രമേശാണ് തൃണമൂലിന്റെ ബംഗാളിലെ പതനത്തിന് കാരണമായത് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രമേശ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആളുകളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. എനിക്ക് വെറും 2 മണിക്കൂർ മാത്രം മതി. ആരെയും BJP-യിൽ ചേരാൻ സമ്മതിപ്പിക്കാം. തൃണമൂൽ കോൺഗ്രസ് MP-മാരിൽ ഭൂരിഭാഗം പേരെയും വളരെ കാലമായി അറിയാം. പാർലമെന്റിലെ ക്യാന്റീനിൽ വെച്ച് കാണാറുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായാണ് അവരോടുള്ള സൗഹൃദം വളർന്നത്. ഇതിൽ പണത്തിനോ അധികാരത്തിനോ പദവികൾക്കോ പങ്കില്ല. ഇത് കച്ചവടമല്ല എന്നാണ് ദേശീയ മാധ്യമത്തോട് CM രമേശ് പ്രതികരിച്ചത്. 2020-ൽ രമേശിന്റെ മകന്റെ വിവാഹത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള MP-മാർ പങ്കെടുത്തിരുന്നു. അന്ന് മമതാ ബാനർജിയുടെ കടുത്ത അനുയായിയായിരുന്ന ശതാബ്ദി റോയിയും ചടങ്ങിൽ അതിഥിയായി എത്തിയിരുന്നു. അതേസമയം ആന്ധ്രയിലെ BJP നേതാക്കൾ രമേശിന്റെ വാദങ്ങൾ തള്ളി. വരാനിരിക്കുന്ന കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ കണ്ണുവെച്ചാണ് രമേശിന്റെ നീക്കമെന്നാണ് ഇവർ ആരോപിക്കുന്നത്. രമേശിന്റെ അവകാശവാദങ്ങൾ മമതാപക്ഷവും തള്ളിയിട്ടുണ്ട്. CM രമേശ് നേരത്തെ TDP MP ആയിരുന്നു. 2019-ൽ ആന്ധ്രയിൽ TDPക്ക് അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് BJP-യിലെത്തിയത്. പാർട്ടിക്കുള്ളിലെ വിമത ക്യാമ്പുകൾ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുകയാണ്. മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ പ്രതിസന്ധികളോട് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. തൃണമൂലിന്റെ തുടർച്ചയായ പതനം പാർലമെന്റിലെ കക്ഷി സമവാക്യങ്ങളെ പോലും മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. അതിനിടെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത കലാപം ഇന്ത്യൻ പാർലമെന്റിലെ ഭരണ പ്രതിപക്ഷ ചേരികളുടെ ശക്തിയെയും സ്വാധീനിക്കും. പ്രതിപക്ഷ നിരയിലെ പ്രധാന കക്ഷിയായി തൃണമൂലിന്റെ തകർച്ച കേന്ദ്രം ഭരിക്കുന്ന BJP-ക്കും NDA സഖ്യത്തിനും വലിയ മേൽക്കൈ നൽകുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന BJP നേതൃത്വം TDP JDU കക്ഷികളെ അമിതമായി ആശ്രയിച്ചിരുന്നു. എന്നാൽ TMC MP-മാർ കൂറുമാറി NDA പിന്തുണച്ചാൽ ഭരണപക്ഷത്തെ സമവാക്യം മാറും. സഖ്യകക്ഷികൾക്ക് BJP-ക്ക് മേലുള്ള സമ്മർദ്ദ സ്വാധീനം കുറയും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുക മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും ശിവസേനയുമാണ്. ലോക്സഭയിൽ 7 MP-മാരുള്ള ഷിൻഡെ വിഭാഗം NDA-യിലെ 4ാമത്തെ വലിയ കക്ഷിയായിരുന്നു. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടുകയും ദേവേന്ദ്ര ഫട്നാവിസിന് മുഖ്യമന്ത്രിയാക്കുകയും ചെയ്തതോടെ ഷിൻഡെയുടെ സ്വാധീനം സംസ്ഥാനത്ത് കുറഞ്ഞിരുന്നു. പാർലമെന്റിലെ 7 MP-മാരുടെ ബലത്തിലാണ് ഷിൻഡെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വലിയൊരു ഭാഗം TMC വിമതർ BJP പിന്തുണയ്ക്കുന്നതോടെ ഷിൻഡെയുടെ സ്വാധീന ശക്തി ഇല്ലാതാകും. പാർലമെന്റിൽ നിർണായക ഭരണഘടനാ ഭേദഗതികൾ പാസാക്കുന്നതിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. മുൻപ് ലോക്സഭയിൽ ഈ മേൽക്കൈ ഇല്ലാതെ വന്നപ്പോഴാണ് വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ എന്നിവ NDAക്ക് പാസാക്കാൻ സാധിക്കാതെ വന്നത്. TMC വിമതർ ഒപ്പം ചേർന്നതോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രധാന ബില്ലുകൾ പാസാക്കിയെടുക്കാൻ NDAക്ക് സാധിക്കും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പാർലമെന്റിൽ അയോഗ്യരാകാതിരിക്കാൻ പാർട്ടിയിലെ ആകെ MP-മാരുടെ 2/3 ഭാഗം പേരെങ്കിലും ഒന്നിച്ചു കൂറുമാറേണ്ടതുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ 19 MP-മാരുടെ പിന്തുണ വിമത വിഭാഗത്തിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ വിമത ചേരിയിൽ 20 പേരുണ്ട്. മമതാ ബാനർജിക്കും പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്കും കനത്ത തിരിച്ചടിയാണ് ഈ പിളർപ്പ്. BJPക്ക് നേട്ടമാണെങ്കിലും NDA-യിലെ സഖ്യകക്ഷികൾക്കും സന്തോഷം നൽകുന്ന ഒന്നല്ല TMCയുടെ പിളർപ്പ്. അതിനിടെ മമതയുടെ വിശ്വസ്തൻ കല്യാൺ ബാനർജി MP-യും കലാപക്കൊടി ഉയർത്തിയിരിക്കുകയാണ്. മമതയുടെ മരുമകനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേകുമായുള്ള ഉടക്കാണ് കാരണം. ബാരിക്കിന്റെ രാജിയോടെ തൃണമൂലിന്റെ രാജ്യസഭാംഗബലം 10ആയി. MP-മാരായ സുഷ്മിത ദേവ്, സുഗേന്ദു ശേഖർ റോയ് എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചിരുന്നു. BJP MP നിഷികാന്ത് ദുബൈക്കൊപ്പമെത്തിയാണ് ബാരിക്ക് രാജി പ്രഖ്യാപിച്ചത്. അലിപൂർ ദുവാറിന്റെ നിന്നുള്ള 46-കാരനായ ബാരിക്ക് 2023 ഓഗസ്റ്റിലാണ് രാജ്യസഭാ അംഗമായത്. 2029 ഓഗസ്റ്റ് 18 വരെ കാലാവധി ശേഷിക്കെയാണ് രാജി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.